ജവന്തി ഇതിപ്പോ വല്ലതും നടക്കുവോ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായെന്ന്. അവിടെ പോയിരുന്നോ? അതെ, നിനക്കൊരു 5 മണിക്കോ 6 മണിക്കോ എണീറ്റ് വല്ല കുഴപ്പമുണ്ടോ? ഇത് ഈ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയിട്ടല്ലേ? ഏട്ടാ, ഞാൻ 5 മണിക്ക് എണീറ്റ് കുളിച്ച് അടുക്കളയിൽ കയറിയതാ. അങ്ങനെ 7 മണിയാകുമ്പോ എണീറ്റ് വരും. എന്നിട്ട് ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ. എന്റെ പൊന്ന് കനക, അവിടെ പോയി ഇരിക്കും. ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, കൊണ്ട് തരാം. സമയമായെന്ന്. സമയമായി. അമ്മേ, ഇത് നോക്കിയേ. ഇനി ഇതിന് ഉപ്പില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. മതിയോ? ഉപ്പ് എന്താ? ഉപ്പ് ഉപ്പില്ലേ? എന്നാ പിന്നെ അമ്മ ഉപ്പ് ഞാൻ ഇവിടെ വെച്ചില്ല. എവിടെ? എടി, അവിടെ എവിടെയും കൊണ്ടുവയ്ക്കാനാണ്. എങ്ങനെ നന്നാമത് ചുമ്മാ അല്ല എന്റെ വായിരിക്കുന്ന അത്രയും കേൾക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കും. അമ്മയ്ക്ക് മോനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നെ പറഞ്ഞു. കോൺഗ്രസിനകത്ത് വിഴുപ്പലൊക്കെ പോകും. ഇങ്ങനിപ്പോൾ ആൾക്കാരും ജോലിക്ക് പോകില്ല. പത്രമൊക്കെ മാറ്റി ധൃതിയൊക്കെ കഴിഞ്ഞോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ജാതി ചൂടുള്ള സാധനങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവെക്കരുതെന്ന്. മനുഷ്യന്റെ അണ്ണാക്ക് വരെ പൊള്ളി. ഏട്ടന് വിചാരിക്കുമ്പോ സാധനം കിട്ടോ വേണം, എന്നിട്ട് എന്നെ കുറ്റം പറയാ വേണം. എടുത്തോണ്ട് പൊടിയത് ജമന്തി എന്താ ഇവിടെ കൊണ്ടുവെക്കടി. അപ്പൊ വേണോ? പറയുന്നതിന് മുമ്പ് എടുത്തോണ്ട് പോണതല്ലേ. അങ്ങനെ വഴിക്കുവാ. പിന്നെ കട്ടൻ വേണോ ചായ വേണോ? എന്താ പതിവില്ലാത്തൊരു ചോദ്യം? അല്ല, ഇന്നലെ ഏട്ടൻ പറഞ്ഞല്ലോ പാല് ശരീരത്തിന് കേടാണ്, അതുകൊണ്ട് ഇനി മുതൽ കട്ടനെ കുടിക്കുന്നുള്ളെന്ന്. കട്ടൻ വേണോ ചായ വേണോ? നീ സാധാരണ എടുത്തോണ്ട് വന്നാ മതി. സാധാരണ എടുത്തപ്പോഴല്ലേ ഇന്നലെ പാല് പാർന്ന ചായ എടുത്തോണ്ട് വന്നോ? ആണോ? അപ്പൊ ഇന്ന് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇന്നലെ ഞാൻ ചായ കൊണ്ടുവന്നപ്പോഴേക്കും കട്ടൻ മതി എന്ന് പറഞ്ഞ എന്താ അലർജി ആയിരുന്നു. എന്റെ ദൈവമേ, വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. എന്താ ഏട്ടാ? നീ ചായ എടുത്തോണ്ട് വാ ജമന്തി, കളിക്കാൻ നിൽക്കാതെ. ഏട്ടാ, ചായക്ക് പഞ്ചസാര വേണോ? അല്ല, കഴിഞ്ഞ ദിവസം ഷുഗറിന്റെ കാര്യമൊക്കെ പറയുന്ന. നീ ഞാനൊരു കുത്ത്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അല്ലമ്മേ, കഴിക്കാൻ താന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അത് ഞാൻ കൊടുത്തപ്പോഴേക്കും ആക്രാന്തം പിടിച്ച് കൈയും വായൊക്കെ പൊള്ളിച്ചു. എന്നിട്ട് ഇപ്പൊ എന്നോട് വഴക്കുണ്ടാക്കുവോ? എടി, ഇത് ആ ഫാനിന്റെ കീഴിൽ വെച്ചൊന്ന് തണുപ്പിച്ചോണ്ട് കൊടുത്താൽ നിനക്ക് വലുവാൻ വരുമായിരുന്നാ? ഇവളാ നന്നായി പോയി. അമ്മ കഴിക്കുന്നില്ലേ? എന്റെ പൊന്നെ, ചോദിക്കാനെങ്കിലും ഒരു മനസ്സുണ്ടായല്ലോ എന്റെ മോന്. ഏട്ടാ, ഈ അമ്മയുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. ചില സമയത്ത് ഏട്ടനെതിരെ നിൽക്കും, ചില സമയത്ത് എനിക്കെതിരെ നിൽക്കും. അതെട്ടാ അങ്ങനെ? അമ്മ അങ്ങനെ പല രീതിയിൽ നിൽക്കും. അങ്ങനെ നിന്നോട്ടെ. പക്ഷെ നമ്മൾ ഒരേ രീതിയിൽ പെരുമാറിയാൽ മതി. അതെന്ത് രീതിയാ? സ്നേഹം, കരുണം, വിനയ ഇതൊക്കെ കാണിക്കണം അമ്മയോട്. എന്താ കാര്യം? പെൻഷൻ കിട്ടുമ്പോൾ അതിന്റെ ഒരു വീതം വാങ്ങിക്കണ്ടേ? അയ്യടാ, അതിന് പെൻഷൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തില്ലേ? അതൊക്കെ അമ്മാവ് ശരിയാക്കുമെന്ന് പറഞ്ഞല്ലോ. ശരിയാക്കിയാ മതി. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, ഏട്ടനും അമ്മയ്ക്കും ചില നേരത്ത് ഒരേ സ്വഭാവ. രണ്ടിന്റെ വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് അവിടെ ചൊറിഞ്ഞു വരും. അപ്പൊ ഇതുപോലെ ചൂടുള്ള വല്ല എടുത്ത് അണ്ണാക്കൽ ഇട്ടാൽ മതി, അപ്പൊ മാറിക്കോളും. ഭയങ്കര ഐഡിയ ആയിപ്പോയി. നീ പോയി ചായ എടുത്തോണ്ട് വരുന്നുണ്ടോ? പാൽ ചായ. പഞ്ചസാര വേണോ ഏട്ടാ? ചവറ നീങ്ങുന്നതും ഇല്ലല്ലോ എന്റെ ദൈവമേ. അല്ലാതെ എങ്ങനെയാ നീങ്ങാൻ? രാത്രി എന്തൊരു വിശർ മഴയായിരുന്നു എന്ന് വെച്ച് രാവിലെ തൂക്കാതിരിക്കാൻ പറ്റുമോ? കഷ്ടം തന്നെ. ഫീസ് മക്കള് ടീച്ചറിൻ്റെ അടുത്ത് പറ, അച്ഛന് ഒരാളിച്ചിരി പൈസ തരാറുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഫീസ് അടയ്ക്കാന്ന് പറ കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് ഉമ്മ എടുത്തിട്ടോണം പോവാൻ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടി, അച്ഛൻ പറയണ്ട, ഞാൻ ദിവസം അമ്മ പോണേ ചാച്ച. അമ്മ, എന്നാ ഉണ്ട് വിശേഷം? അയ്യോ, എന്തോന്നടാ, ഇന്നലെ സന്ധ്യക്കല്ലേ നീ എൻ്റെ അടുത്തൊന്ന് വർത്താനം പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിയത്? വെളുക്കുന്നതിന് മുമ്പ് എന്തോന്ന് വിശേഷം പറയാൻ? അല്ലേ മച്ചി? പോയിട്ടോ മക്കളെ. ഇന്നലെ ഇവിടെ ഭയങ്കര ഒരു വിശേഷം ഉണ്ടായി, അമ്മ അറിഞ്ഞോ? അയ്യോ, വെളുക്കുന്നതിന് മുമ്പ് എന്താടാ അത്ര വലിയ വിശേഷം? ഇന്നലെ ഭയങ്കര പട്ടി കുറയായിരുന്നു. അത് ഇന്നലെ ഭയങ്കര കാറ്റും വെച്ചറും ഒക്കെ അല്ലായിരുന്നു പട്ടി കുറയ്ക്കും. അമ്മ അതൊന്നും അല്ല അമ്മ, പിന്നെ ചുറ്റും കള്ളന്മാരല്ലേ. കള്ളന്മാര് പല തരത്തിലുണ്ട്. കൂടെ കിടന്നവനെ വള്ളക്കി ഒത്തിരി പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടവനും കള്ളൻ തന്നെ. പെരുങ്കള്ളൻ. അതെ, പെങ്ങളെ അടിച്ചോണ്ട് പോയി ഞാനങ്ങ് പോയില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കറണ്ട് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ അടിച്ചോണ്ട് പോകണമാരാ, അതിനേക്കാളും വലിയ കള്ളന്മാരും. അത് നിന്റെ തന്ത കന്നാലി മത്തായി. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. എന്ത് പറയുന്നീ?
എനിക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞു തുടങ്ങിയിട്ടൊന്നുമല്ല. പറയടാ. അമ്മയെ ഓർത്തിട്ട് മാത്രമാണ്. അല്ല നീ പറഞ്ഞോ, പറ. എനിക്ക് പറയാൻ അറിയാടാ. എനിക്ക് പറയടാ. ഞാൻ പറയും. എന്താ ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ കള്ളനാണെന്ന്. എടി ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും കട്ടോണ്ട് പോയിട്ടുണ്ടാ? അല്ലെങ്കിൽ ഇവര് ക്ലീറ്റുവിനെ കണ്ടുകൂടാ. ക്ലീറ്റുവിനെ കാണുമ്പോ എന്തിനാ ഇവനിങ്ങനെ ചീത്ത വിളിക്കണേ? ഞങ്ങൾക്ക് തിരിച്ചു പറയാൻ എങ്കിൽ പറയടി. പറയും. ഇത് എന്തിനാ നാത്തൂനെ ഇത്? ആണുങ്ങൾ തമ്മിലുള്ള കാര്യം അവര് തമ്മിൽ പറഞ്ഞു തീർത്തോളൂ. നീ ആരാ എന്നെ ഭരിക്കാൻ വേണ്ടിട്ട്? നീ എന്റെ അമ്മായിയമ്മയാ? അമ്മായിയമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത ആളാ ഈ അമ്മായിയമ്മയെ പറ്റി പറയുന്നേ. അയ്യോ, അവളങ്ങ് ഉരുട്ടി ഉരുട്ടി കൊടുക്കല്ലേ അവളുടെ അമ്മായിയമ്മയ്ക്ക്. പറഞ്ഞു കൊടുക്കമ്മേ. ദേ എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കുന്നേ. അല്ലേ അമ്മേ? ഞാനെന്തിനാ കണ്ട വരുത്തിയുടെ വർത്താനം കേട്ട് കയറി പോണത്? ഇതേ എന്റെ അച്ഛന്റെ പറമ്പ. ഞാൻ നല്ല ധൈര്യമായിട്ട് നിൽക്കും. ഞാൻ അങ്ങനെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. അപ്പൊ ഞാൻ വലിഞ്ഞു കയറി വന്നാണ് എന്താ സംശയം? അതെ ഞാൻ വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിലേ ഒരു ജന്മത്തേക്ക് കഴിയാനുള്ളത് കൊണ്ടാ ഇങ്ങോട്ട് വന്ന്. അതിന്റെ ഓശാരം തിന്ന് എന്നെ ചീത്ത വിളിക്കാൻ വന്നേക്കണോ? അമ്മേ അവിടെ കയറി പാമ്പറ. അവളോട് എങ്ങോട്ട്? അവളുടെ വീട്ടിലേക്കോ? ഇത് അകത്തോട്ട് കയറി പാമ്പറയായി. ജമന്തി നീ കയറിപ്പോ. പിന്നെ ചുമ്മാ അല്ലേ കണ്ട എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു കേൾക്കും. അത് തന്നെ. അതിപ്പോ ഏത് കൊഞ്ഞാളന്മാര് പറഞ്ഞാലും ഭാര്യമാര് കേൾക്കും. തങ്കം നീ കയറിപ്പോ. എനിക്ക് മനസ്സില്ല ഇങ്ങോട്ട് കയറി പോവാൻ. ഇപ്പൊ ആരാ കൊഞ്ഞാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ക്ലീറ്റുവിനോടല്ല പറഞ്ഞത്. മനസ്സിലായി. മനസ്സിലായെങ്കിൽ നീ പോ. രാവിലെ ഇറങ്ങിക്കോളും തല്ലു പിടിക്കാൻ വേണ്ടിട്ട്. പിന്നെ കള്ളന്മാരാരാന്ന് നമുക്കറിയാം. വാ ക്ലീറ്റവന്മാരുടെ ഓർത്താൻ നമ്മൾ കാണുന്നതിനാ. വിളിച്ചോണ്ട് ഓടിയാത്തു. എന്താണ് എന്താണ്? ബ്രഷ് എടുത്തില്ല. നാളെ പല്ല് കഴിക്കണ്ടേ? നിനക്ക് ആഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെപ്രാളായിരുന്നു. എന്തോ ഒരു ആവിയോടെ അനപ്പടല്ലേ വാരി തിന്നത്. എന്താ ഇതിനൊക്കെ പോണ്ടേ? അതിന് വേണ്ടി ഇറങ്ങിയതല്ല അമ്മ. അപ്പോഴല്ലേ ഈ മാതിരി ചൊറിച്ചില്. എന്ന് ഇപ്പൊ എന്തോ ഞാൻ നോക്കും. ഇതാ പണ്ടേ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരെ കുടുംബത്തിൽ കയറ്റാൻ പാടില്ലാന്ന്. അല്ല അതുമല്ലോ ഇന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? എടാ അതുകൊണ്ടല്ലേ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് ഞാൻ ഈ ഇവിടെയൊട്ടൊന്ന് പിടിച്ചാക്കിയത്. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ വക സാധനങ്ങൾ ഇതിനകത്ത് കയറ്റണ്ടാന്ന്. അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ. ഇനി അനുഭവിച്ചോ. നിന്നെ പോലെ അല്ലേടാ അവളും എനിക്ക്. നിന്നെ പോലെ ഞാൻ അവളെ പെറ്റതല്ലേ. ദൈവമേ, എന്റെ പൊന്നാങ്ങളായിട്ട് അടുത്തെങ്ങാണ്ടും പോയി നിൽക്കാന്ന് വെച്ചാ മനസമാധാനത്തോടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? രണ്ടും കൂടെ തമ്മിൽ തല്ലി ചാവൂലേ? എന്തിയാ കനക ഒരു വൈക്ലബ്യം പോലെ മുഖത്ത്? ഒന്നുമില്ലടോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എന്നത്തെയും പോലെ വഴക്കും വക്കണം തന്നെ. എനിക്ക് തോന്നി. നമുക്കേ ഒരു കാലി അടിച്ചിട്ട് വരവാ. ഇനി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാകും. നമ്മ ചായ കുടിച്ചോണ്ട് വരുമ്പോ ബുക്ക് അവിടെ ഉണ്ടാവൂലേ, എടുത്ത് കൂത്തും. ഇവിടെ ഇരിക്കായിരുന്ന ബില്ലടയ്ക്കുള്ളവരുടെ ഡിസ്കണക്ഷൻ ലിസ്റ്റ്. വീട്ടിനകത്തിരിക്കാൻ സമാധാനം ഇല്ലാണ്ട് അങ്ങോട്ട് വന്നത്. ഇവിടെ ഇരിക്കാനും സമ്മതിക്കൂല. എത്ര പേരുണ്ടല്ലേ? 5-8 പേരുണ്ട്. പക്ഷെ ഇതില് ഇയാളുടെ അളിയനും ഉണ്ട്. ആര്? ക്ലീറ്റസാ? ആര്? ക്ലീറ്റസോ? ഇയാൾക്ക് ഇത് തന്നെയാണ് കൃഷി. സമയത്ത് ബില്ലടക്കൂല. ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയണം. എന്ത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അവൻ എന്തൊക്കെ എന്നെ പറഞ്ഞെന്നറിയോ? ഞാൻ കള്ളനാണ്, ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് കമ്പി കൊണ്ടുപോയി മോഷ്ടിക്കുന്നവനാണെന്നൊക്കെ. ആദ്യം ഈ കണക്ഷൻ പോയിട്ട് കട്ട് ചെയ്ത് വരാം. അല്ല നീ കൂടെ വാ. അതെന്റെ ഏരിയ അല്ല. നിന്റെ ഏരിയയിലേക്ക് ഞാനും കൂടെ വന്നാ പോരെ? ഒന്നിച്ചു പോവാ. ഒന്നിച്ചു പോവാ. എന്താ സംശയം? അവിടെ നിന്ന് അടിയാണ് കിട്ടണമെങ്കിൽ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തോ. അതിന്റെ പകുതി വാങ്ങാൻ വരരുത്. നടക്കും നടക്കും നടക്കും. അല്ല കനക ഒന്നുകൂടി ആലോചിച്ചിട്ട് ഊരിയാ പോരെ? എന്താ ആലോചിക്കാം? ഇതാ നമ്മളാലോചിക്കണ്ടത്. ആലോചിക്കേണ്ട അവരല്ലേ. കറണ്ട് ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണം ഇത് ബില്ലടയ്ക്കാനുണ്ടെന്നും ബില്ലടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുമെന്നും. അതാണ് നിയമം. നിന്റെ പെങ്ങളവിടെ നോക്കണ്ട്. അവളവിടെ നോക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ല ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ പൈസ കൊണ്ടുപോയി അടച്ചോട്ടെ, നമുക്ക് ഉപദ്രവിക്കണ്ടല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കില്ലാത്ത സെന്റിമെന്റ്സ് എന്തിനാണ് നിനക്ക്? അങ്ങനെയാണെങ്കിൽ അളിയൻ്റെ ബില്ല് നീ കൊണ്ടുപോയി അടക്കടാ. എന്റെ പൊന്നെ, നിന്റെ അളിയനും പെങ്ങളാണെന്ന് ഓർത്ത് പറഞ്ഞു പോയാണ്. അതുപോലെ നിന്റെ വലിയ കൂട്ടുകാരനായിരുന്നില്ല ഇയാള്. കൂട്ടുകാരനൊക്കെ പണ്ട് എന്റെ പെങ്ങളടിച്ച് മാറ്റി കൊണ്ടുവന്ന ശേഷം ആ വൃത്തികെട്ടവൻ എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. പിന്നെ അളിയനല്ലേന്ന് വിചാരിച്ച് അങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. നീ വാടാ, ഇപ്പൊ ഒരു തരാം, വാങ്ങട്ടു. എന്താടാ? ഓ, അമ്മയുടെയും നാത്തൂന്റെയും ആങ്ങളയുടെ ഒക്കെ കൂടെ താമസിക്കുന്ന നമുക്ക് എന്താ കുറവ്? നല്ല സുഖ. ക്ലീറ്റോ പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടി പോയി. ഈ ആഴ്ചത്തെ കറണ്ട് കാശ് അടച്ചാ? അത് ക്ലീറ്റോ വന്നോ എനിക്കറിയാൻ പാടില്ല. അന്ന് അടച്ചിട്ടില്ല.
ഇവിടെ ഫീസ് ഊരാൻ വേണ്ടി ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിന് വന്നാണ്. ഫ്യൂസ് ഇടാനൊന്നും പറ്റൂല. ഫ്യൂസ് വരാൻ പറ്റില്ല പറയാൻ നീ ആരാണ്? പറ്റൂല. അയ്യോ ഊരണം ചേച്ചി. ഇങ്ങോട്ട് മാറിക്ക്. ചേച്ചി ഞങ്ങളുടെ വീട്ടിലായാലും ഊരണം, അല്ലെ ഞങ്ങളുടെ പണി തെറിക്കും. എടാ 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 അത് ഊരല്ലേന്ന് പറയടാ. എടാ എനിക്ക് തയ്ച്ച തുണിയൊക്കെ തേച്ചു കൊടുക്കാനുണ്ടെന്ന് കളിക്കല്ലേട്ടാ. നീ കറണ്ട് വെച്ച് കുറെ കാശ് ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ കറണ്ടിന്റെ പൈസ അടക്കണം. പൈസ അടച്ചില്ലെങ്കിൽ അതേപോലെ ഫ്യൂസ് ഊരും. എടാ കണ്ണീച്ചോരില്ലാത്ത പരിപാടിക്കാ. ഈ സർവീസ് വയർ കട്ട് ചെയ്തിട്ടെ, അല്ലെങ്കിൽ വയറ് കുത്തി വെച്ചിട്ട് ഇയാൾ ഉപയോഗിക്കും. അയ്യോ അതിനൊന്നും പറ്റുന്ന അളിയനല്ല മുതല്. കുനിഞ്ഞിട്ടൊരു കുപ്പ പോലെ കൊടുക്കില്ല, പിന്നെ അങ്ങനത്തെ പാർട്ടിയാണ്. എടാ എടാ അതെ ഇനി എവിടേക്കാ പോകണ്ട നമുക്ക്? ഇനി നമ്മുടെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഊരാനുണ്ട്. ആ എന്നാ പിന്നെ അവിടെ ആയിക്കോട്ടെ. ചേച്ചി ഇതേ മര്യാദ കൂത്തണ്ട, ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കൂട്ടാ. അമ്മാരാണ് കെ സിവിൽ എഞ്ചിനീയറാ. വാടുന്നു വാ. ചേച്ചി ക്ലീറ്റസിനോട് കാശ് കൊണ്ട് നടക്കാൻ പറ, എന്നാലേ വന്ന് കുത്തുള്ളൂ. മാത്രല്ല അത് കഴിഞ്ഞാൽ അവധികളാണ്. ആ ഇന്ന് അടച്ചില്ലെങ്കിൽ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് കറണ്ട് ഇടുമെന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ആ എനിക്ക് ചെവി കേക്കാം. അതെങ്ങോട്ടെങ്കിലും വിറ്റുമറിക്ക് പോയാ മതിയായിരുന്നു. അതെങ്ങനെയാ? അച്ഛന്റെ സ്ഥലമല്ലേ, വിൽക്കാൻ പറ്റുമോ? ഒന്ന് എഴുതി തരാൻ പറഞ്ഞാൽ അത് സമ്മതിക്കൂല. അതെ കനക, ഒരു 4 മണി വരെ സമയം കൊടുക്കായിരുന്നു. അവൻ അടച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. എടാ അവന് 4 ദിവസം സമയം കൊടുത്താൽ അവൻ അടയ്ക്കുമോ? 5 പൈസ കയ്യില്ലാത്ത തെണ്ടിയാണ്. ആ അതെ, നമുക്ക് അടുത്ത മീറ്റിംഗ് വൈകാതെ തന്നെ കൂടാം. ആ മീറ്റിങ്ങിന് പ്രസംഗമൊക്കെ പിന്നെ ഞാൻ ആരാ പ്രസംഗിക്കാൻ, പിന്നെ എന്നെ ഇനി പഠിപ്പിക്കണം. ആ ശരി, വൈകിട്ട് കാണാം. ആ എന്നാ വാതിലൊക്കെ തുറന്നിട്ട് എവിടെ പോയി? ആഹാ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാന്നല്ലോ. കൊള്ളാല്ല, പട്ടാപ്പകല് വാതിലും തുറന്നിട്ട് ഡീ ഇതെന്നെ ഉറക്കമാ. ഈ ചൂടത്ത് ഫാനെങ്കിലും ഇട്ടിട്ടിരുന്നു ഇവിടെ. ഇതൊക്കെ ചൂടും അനുഭവപ്പെടുന്നില്ലയോ എന്നുള്ളതാ. ഓഹോ കറണ്ട് ഇല്ല അല്ലേ? എങ്ങനെ കറണ്ട് കാണാം? നിന്റെ ആങ്ങളെ പോലുള്ളമാരല്ലേ അവിടെ ജോലി ചെയ്യുന്നേ. വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്നെങ്കിലും എടുക്ക്. വെള്ളമില്ലേ? നീ കഴിക്കാൻ എന്നെങ്കിലും എടുക്ക്. എഴുതിയിലും സാരമില്ല. അല്ല വിശപ്പുണ്ട്. കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? കറണ്ട് ഇല്ലാതെ കറിക്ക് അരയ്ക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. എന്നാ പിന്നെ അമ്മയെ വിളിച്ച അമ്മ ഒന്ന് അരച്ചേർത്തില്ലേ? ആഹാ ഇനി വയസ്സാകാലത്ത് അമ്മേനെ ബുദ്ധിമുട്ടിക്ക് ഇതേപോലും പറയും ഞാൻ. ആ ഞാനേ ഇലക്ട്രിസിറ്റിയിലൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമില്ല. എന്ത്? നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചായിരുന്നോ? കറണ്ട് ബില്ല് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ചെയ്യോ? എന്തെങ്കിലും ഒരു കാര്യം. അവരൊന്ന് ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. ഓ ഞാൻ എന്നാ മറന്നു വെച്ച ഇതായിരുന്നു. അയ്യ മറന്നു. ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. എന്നാലും അവന്മാർ അത് ഇത്രയും പെട്ടെന്ന് സ്വന്തം അളിയൻ തന്നെ വന്ന് ഊരിക്കൊണ്ടുപോയത്. കനകനാ? അല്ല. ഓഹോ അത് ശരി. അപ്പൊ കാലത്ത് എൻ്റെ അടുത്ത് ഉടക്കിയിട്ട് പോയതിന്റെ വൈരാഗ്യം തീർത്തായത് ഇത് തന്നെ. അവനുള്ള പണി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മുമ്പിൽ എന്നെ നാണം കെടുത്തി. ദുഷ്ടൻ. പ്രസിഡന്റേ, അതെ അതെ അതെ, പിന്നെ എൻ്റെ വീട്ടിലെ ഫ്യൂസ് ഒരുത്തം വന്ന് ഊരിക്കൊണ്ടുപോയി. അയ്യോ മോഷണം പോയതല്ല, കറണ്ട് പൈസ അടയ്ക്കാത്തതുകൊണ്ട് അവിടുന്ന് ആൾ വന്ന് ഊരിക്കൊണ്ട് പോയതാ. ഊരിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അളിയൻ ലൈൻമാൻ. ആ ആ അത് തന്നെ എന്നോടുള്ള വൈരാഗ്യം തീർത്ത ആ മര്യാദ അവനൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് പ്രസിഡന്റ് അവനെതിരെ എന്ത് നടപടി വേണമെങ്കിലും ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കിക്കോ. സ്ഥലം മാറ്റിയാലും കുഴപ്പമില്ല. ആ ഓഹോ ആ ശരി 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 ഓക്കെ. പ്രസിഡന്റ് ഏറ്റതാ. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ ആ വൃത്തിയോട്ടാണ് ഇപ്പൊ ഇവിടെ ഫീസ് കൊണ്ടുവന്ന് കുത്തും. നീ നോക്കിക്കോ. നടക്കുമല്ല, അവൻ ഇപ്പൊ അവിടുന്ന് ഓടും. ആ നീ അമ്മയുടെ ഈ കാര്യം പറഞ്ഞായിരുന്നു? കൂടി വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് പോയി അമ്മയുടെ അടുത്തൂടെ പറയാം. അവനെ എൻ്റെ അളിയനാണ് പോലും അളിയൻ. പിടിച്ചാ പറ്റൂലല്ലോ. പിന്നെ ലോകത്ത് വേറെ ഒരുപാട് പേർ കളയുമ്പോൾ പിടിച്ചല്ലേ കുത്തിയിട്ടവൻ ദുഷ്ടൻ. ഇച്ചിരി മീൻകറി കൂടി എടുക്ക. മീൻകറിയൊന്നും വേണ്ട. അമ്മ എന്താ കഴിക്കാതെ? ഓ ഞാനൊരു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാടാ. ഞാൻ തങ്കത്തിനൊരു തിരിയലുണ്ട്, കൊടുത്തിട്ട് വരട്ടെ. മോക്ക് കൊടുക്കാനാ? അമ്മേ മീൻകറി വേണോ? ആ മീൻകറി ഒന്നും വേണ്ട, അവളവിടെ വെച്ച് കാണുമായിരിക്കും. നീ അവിടെ ഇരിക്കും. ഇന്നൊരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? തങ്കത്തിൻ്റെ അവിടെ കറണ്ട് ഇല്ല. ഏട്ടൻ പോയി പീസ് ഊരിയോ? നിനക്ക് അങ്ങനെ മനസ്സിലായി?
ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചതാ. രാവിലെ ഞാനും ഫാസിലൂടെ വന്നിട്ട് ആ പണിയൊക്കെ നടത്തി. നന്നായി. കറണ്ട് കാശ് അടച്ചു കാണൂല അല്ലേ? അങ്ങനെ തന്നെയാണോ? ഇരുട്ടത്തിരിക്കട്ടെ. അല്ല അവിടെ വന്നിട്ട് എന്തായാലും ഇങ്ങോട്ട് വരാ ഞാൻ. ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തിരുപോന്ന് കാണാൻ കണ്ടേ. എന്താ? ഒന്നുമില്ലോ. ഞാൻ കേട്ടു. ഇങ്ങോട്ട് നോക്കിയേ. ഈ തിരുമോന്ത ഇങ്ങോട്ട് വന്നേ പിന്നാണ് ഏട്ടന് നല്ല ഐശ്വര്യം വന്നിരിക്കുന്നത് അല്ലേ? എന്താ ഉറപ്പിച്ച് പറ. ആ എന്നാ ഇച്ചിരി ചോറ് എടുത്തട്ടെ. ഓ ഇനി ചോറൊന്നും വേണ്ടപ്പാ. എന്നാ ഒരു മീനും കൂടി എടുക്ക്. വേണ്ടാന്ന്. എനിക്ക് 2:30 ഓഫീസിലെത്തണം. 2:30 ഓഫീസിലെത്തണം എന്ന് പറഞ്ഞു. ഏട്ടാ ഇത്തിരി മീൻകറി കൂട്ടേട്ടാ. വേണ്ട നീ തന്നെ തിന്ന് തീർത്തിട്ട് പോവാ ഞാൻ. തങ്കം, ഈ അച്ചാറും കൂട്ടി ഞാൻ എങ്ങനെ ചോറിനോടി? കുറച്ച് മീൻകറിയും കൂടി എടുക്കട്ടെ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ. അമ്മ ഇതെന്താ ഒത്തിരി തീയല അല്ല, ഇതൊന്നും അച്ചാറും ചോറും മാത്രമേ ഉള്ള, വേറെ കറിയൊന്നും വെച്ചില്ലേ? എന്തിനാണ് നീ കരയുന്നത്? കാര്യം പറ. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ, എല്ലാവർക്കും സന്തോഷാവട്ടെ. അയ്യോ, നീ എങ്ങോട്ടെങ്കിലും പോണത്? നിന്റെ വീടല്ലേ ഇത്? എന്റെ വീട് ഇത് പറച്ചില് മാത്രല്ലേ ഉള്ളൂ. വീടിരിക്കുന്ന സ്ഥലം എന്റെ പേരിലല്ലല്ലോ. അവനോളും കൂടി എന്നാ ഇറക്കി വിടുന്നേന്ന് ആർക്കറിയാം. എന്തിനാണ് അവൾ കരയുന്ന? കാര്യം പറ. അമ്മേ, എനിക്ക് സർക്കാർ ജോലി ഇല്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഇല്ലാതെ എന്റെ കുറ്റം കൊണ്ടാണ്. പഠിക്കാൻ പോയ എവിടെയല്ലേ നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്? ഇപ്പൊ എവള് കരയുന്നത് എന്തിനാണെന്ന് പറ. അമ്മേ, രാവിലെ കനകളിന് ഞാനുമായിട്ട് വഴക്കിട്ടില്ലേ? അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത നേരം നോക്കി അളി ഇവിടുത്തെ ഫീസ് ഊരിക്കൊണ്ട് പോയി. അയ്യോ, വഴക്കിട്ട് ഫീസ് ഊരിക്കൊണ്ട് പോണോ? അത് നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നതല്ലേ? അല്ലമ്മേ, കറണ്ടിന്റെ ബില്ല് ഞാൻ അടച്ചില്ലായിരുന്നു, ഞാൻ ഇന്ന് അടയ്ക്കാതിരിക്കായിരുന്നു. അപ്പൊ ഫീസ് ഊരിന്റെ ഒരു കുറ്റവും ഇല്ല. ബില്ലടച്ചില്ലെങ്കിൽ പിന്നെ ഫീസ് ഊരാതിരിക്കും. അതല്ലമ്മേ, പിന്നെ ഏതാണ്? ഞാൻ അവന്റെ കാല് ഇടിച്ചു പറഞ്ഞു. എടാ ഫ്യൂസ് വരല്ലേ, ഫ്യൂസ് വരല്ലേ, എനിക്ക് ഒരുപാട് തുണി തേച്ചു കൊടുക്കാനുണ്ടെന്ന്. അവൻ ഇങ്ങോട്ട് നോക്ക്. അവൻ അത് മൈൻഡ് ചെയ്തില്ല അമ്മേ. ഞാൻ പറഞ്ഞു ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കും മര്യാദക്ക് ഫ്യൂസ് കുത്തരാന്ന് പറഞ്ഞപ്പോ അവൻ പറയാട്ടോ, അമ്മയാ നിന്റെ അമ്മ ആരാടി? KCB എഞ്ചിനീയർ ആണോ? അങ്ങനെ പറഞ്ഞോ? തന്നെയല്ല, കൂടെ വന്ന് ചെറുക്കന് അയ്യോ അത് ഊരണ്ടാന്നൊക്കെ ഉണ്ടായി. പക്ഷെ അവനെ നിർബന്ധിക്കാൻ നീ ഊരിക്കോടാന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മഹാമോശമാണ്. അവനോട് ചോദിച്ചിട്ട് എന്നാ കാര്യം? ചോദിക്കണം. അങ്ങനെ വെച്ചാൽ പറ്റൂലല്ലോ. ഇച്ചിരി തീയിൽ ഇങ്ങോട്ട് വിളമ്പിക്കേ. തീയലൊക്കെ ഞാൻ വിളമ്പും. വൈകുന്നേരത്തിനകം കറണ്ട് വന്നില്ലെങ്കിൽ തീയിലെടുത്ത് തലയിലോട്ട് ഒഴിക്കും ഞാൻ. അച്ചാറും ചോറും മാത്രം മതി, ഞാൻ കഴിച്ചോളാം. ഒരു ഗുണമില്ലാത്ത പൊട്ടൻ. നിങ്ങൾ എങ്ങോട്ട് പോയത് കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിട്ട്? അത് പിന്നെ അവിടെ ചെന്നപ്പോ പാർട്ടി മീറ്റിംഗില് ചായ കുടിക്കാനുള്ള പൈസ. എന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാ. നല്ല അച്ചാറായിരുന്നു. ഈ കമ്പനിക്കാർ എന്തിനാണോ എന്തോ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. എനിക്കൊരു ഓഫറും വേണ്ട. അവൻ എവിടെയാടി കനകൻ? ജോലിക്ക് പോയി. ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ടിരുന്ന അതിനിടയ്ക്ക് അങ്ങ് ഓഫീസിൽ പോയാ? എന്തോ തിരക്കുണ്ടെന്ന് പോലെ പോയമ്മേ. എന്നാ നീ അവനെ ഒന്ന് വിളിക്ക്. അമ്മ ഇപ്പൊ പോയല്ലേ ഉള്ളു, പിന്നെ എന്തിനാ വിളിക്കുന്നേ? എടി, നീ ഫോണിലൊന്ന് വിളിച്ചിട്ടാ ഫോണിൽ നിന്നും എടുത്താ. ചുമ്മാ അടിക്കുന്നുണ്ട്. എന്തമ്മാ? എടാ, നീ തങ്കത്തിന്റെ വീട്ടിലെ ഫീസ് ഊരിയാ? ഫ്യൂസ് ഊരി. അമ്മ ഇതിൽ ഇടപെടണ്ട, അതാ നല്ലത്. ഞാൻ ഇടപെടാതെ പിന്നെ ആരാടാ ഇടപെടേണ്ടത്? മര്യാദയ്ക്ക് അവരുടെ ഫീസ് കൊണ്ടിട്ട് കൊടുക്ക്. അങ്ങനെ കൊണ്ടിടാൻ പറ്റില്ല അമ്മ. അവര് കറണ്ട് ബില്ല് അടയ്ക്കാത്തോണ്ടല്ലേ ഫീസ് ഊരിയത്. കറണ്ട് ബില്ല് അടച്ചാൽ ഒട്ടനെ കൊണ്ടങ്ങ് ഫീസ് ഊരുവോ? നിന്റെ പെറ്റ തള്ളയാണ് പറയുന്നത് ഫീസ് കൊണ്ടിട്ട് കൊടുക്കണം. അമ്മ അങ്ങനെ ഇടാൻ പറ്റില്ല. ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്യൂസ് ഊരിയത്. ഇത് അവിടെ മാത്രമല്ല, വേറെ 5-6 സ്ഥലത്ത് ഊരിയിട്ടുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ പെറ്റ തള്ളയാണ് പറയുന്നത്. ഇവിടുത്തെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. ഫീസ് കൊണ്ടിട്ട് കൊടുക്കുക. അതെ, അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ആ ഫോൺ കട്ട് ചെയ്തോ, അതാ നല്ലത്. ശരി. അവൻ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നു. അമ്മ എന്തിനാണ് ഈ ഏട്ടന്റെ ജോലി കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത്? നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. നീ ഒറ്റ ഒരുത്തിയാണ് അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. എന്റെ മക്കളെ തമ്മിൽ അടുപ്പിക്കുന്നത് നീയാണ്. അടുപ്പിച്ചോടി. ഇനി എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം. മിണ്ടി പോകരുത്, മിണ്ടി പോകരുത്. എന്നാലും ഇത്രയും ദുഷിച്ച മനസ്സായി പോയല്ലോ എൻ്റെ അളിയൻ്റെത്. എന്നെ അവൻ നോക്കണ്ട, എന്നാൽ പെങ്ങളെങ്കിലും അവനൊരു പരിഗണന കൊടുത്തൂടെ? തങ്കം, തങ്കം, ഡി തങ്കം,
ഇങ്ങോട്ട് വന്നേ. എന്തിനാ കിടന്ന് കൂടെ? ചില കാഴ്ചകളൊക്കെ കാണുത്. വരുന്നത് നോക്ക്, നിന്റെ ആങ്ങള. അമ്മയുണ്ടല്ലോ കൂടെ. അവന്റെ കയ്യിൽ ഫീസും ഉണ്ട്. അമ്മ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടേ. എടീ, ഇത് അതൊന്നും അല്ല. ഞാൻ പാർട്ടി പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞില്ലേ, പ്രസിഡന്റ് നേരെ അപ്പം മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, മന്ത്രി MLA വിളിച്ച് പറഞ്ഞു, MLA പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് AE വിളിച്ച് പറഞ്ഞു. ഒറ്റ അടുത്തിന് ഇറുക്കപ്പുറത്ത് കിട്ടിയിട്ടില്ല. അവന്റെ വരവ് കാണുമ്പോ അറിയാം. പാർട്ടി നിനക്ക് ഇപ്പോഴെങ്കിലും വിശ്വാസമായല്ലോ. ക്ലീറ്റോയുടെ പാർട്ടിയുടെ വിലയും ക്ലീറ്റോയ്ക്ക് പാർട്ടിക്ക് ഉള്ളിലുള്ള വിലയും ഒക്കെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോ പിന്നാലെ സ്ഥലം മാറ്റവും വരും. ഓ എന്തിന്, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ക്ലീറ്റോ അവിടെ കൂടെ പറപ്പല്ലേ. ക്ലീറ്റോ അവരെ വിളിച്ച് പറഞ്ഞേക്ക് ഇനിയിപ്പോ സ്ഥലം ഒന്നും മാറ്റാൻ നിൽക്കണ്ട, ജീവിച്ചു പോട്ടെ. എന്റെ അമ്മേ, ക്ലീറ്റോ കുറച്ചു മുമ്പ് അവരുടെ നേതാവിനെ ഒന്ന് വിളിച്ച് പറഞ്ഞു പോയി ഇവിടുത്തെ ഫ്യൂസ് ഊരിന്ന്. അതിനെന്റെ ദൈവമേ, ആ നേതാവ് മന്ത്രിനെ വിളിക്കുന്നു, മന്ത്രി എഞ്ചിനീയറെ വിളിക്കുന്നു, എഞ്ചിനീയർ ഇവിടെ ആരെയൊക്കെ വിളിച്ച് ചീത്ത വിളിക്കുന്നു. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാൻ കഴിവുള്ളവനാണ് ഈ ക്ലീറ്റോ. കുത്ത എനിക്കറിയാം. പൈസ അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യലും, പൈസ അടച്ചു കഴിഞ്ഞാൽ അതിന് കണക്ഷൻ കൊടുക്കലും തന്നെയാണ് എന്റെ പണി. അത് കൃത്യമായിട്ട് ചെയ്യാൻ എനിക്കറിയാം. പൈസ അടയ്ക്കാതെ തിരിച്ച് കണക്ട് ചെയ്യാൻ കഴിവുണ്ടെന്ന് നിനക്കിപ്പോ മനസ്സിലായടാ? കൊറേ നേരം അതിലെ രണ്ടും കൂടെ പളവളാന്ന് ചലിക്കാൻ തുടങ്ങിയിട്ട്. ഇതേ നിന്റെ പാർട്ടിയിലെ നേതാക്കന്മാര് വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ല ഇതിവിടെ കൊണ്ടുവന്നത്. എന്റെ കയ്യിലെ കാശ് കൊടുത്ത് കറണ്ട് ബില്ല് അടച്ചതുകൊണ്ടാണ് ഇതിവിടെ കൊണ്ടുവന്ന് കുത്താൻ പോണത്. മനസ്സിലായ? പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത മാസം എനിക്ക് പെൻഷൻ കിട്ടുമ്പം നിനക്ക് തരാനുള്ളത് അതിൽ കുറച്ചേ തരത്തുള്ളൂ. Versus Alien.